ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫിജി കാർഡ് എന്ന കൺസെപ്റ്റിലേക്ക് വരാനിടയായതും അല്ലെങ്കിൽ ഈ ഒരു ഫിജി കാർഡ് എന്ന കൺസെപ്റ്റിൽ ഇന്നിപ്പോൾ നമ്മുടെ ഒരു TRO ഓർഗനൈസേഷന്റെ ഒരു സ്പെഷ്യൽ 7am നടക്കുന്ന സമയത്ത് അവിടെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാനും ഒക്കെ സാധിച്ചതിൽ ഈ ഒരു അവസരം എന്താ പറയുക നമ്മുടെ ഫിജി കാർഡ് എന്ന കൺസെപ്റ്റ് കയ്യിൽ കിട്ടിയത് കൊണ്ട് മാത്രമാണ്. അപ്പം ആ ഒരു കൺസെപ്റ്റിനെ എത്രത്തോളം നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ സാധിക്കുന്നോ അതിനനുസരിച്ചുള്ള വളർച്ചകൾ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഞാൻ. കാരണം ഒരാളോട് സംസാരിക്കാൻ എന്താ പറയുക വിമുഖത കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു നാലാള് മുന്നിൽ വരുന്ന സമയത്ത് അവരോടൊന്ന് മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും മടിച്ചു നിന്നിരുന്ന ഞാൻ ഇന്ന് ആയിരങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ കോൺഫിഡൻസോടുകൂടി സംസാരിക്കുന്നു. ആ ഒരു രീതിയിലേക്ക് എന്താ പറയാ എന്റെ ഒരു ബിസിനസ് ലൈഫ് അല്ലെങ്കിൽ എന്റെ ഒരു പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏതൊരാൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോവുക. അപ്പം എന്റെ ജീവിതത്തിലും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് സന്തോഷങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ്. ഇപ്പൊ ഏകദേശം എനിക്ക് 43 വയസ്സായി. ഈ ഒരു 43 വയസ്സിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. അപ്പം അവിടെ നമ്മൾ ഏതൊരാൾക്കും നമ്മളുടെ ആദ്യകാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള വേദനകളാണ്, അല്ലെങ്കിൽ ആദ്യകാലത്ത് നമ്മൾ അനുഭവിക്കുന്ന വേദനകളാണ് നമ്മൾ പിന്നീട് നമ്മൾ അതിൽ നിന്നാണ് നമ്മൾക്കൊരു ഫയറോ ഇൻസ്പിറേഷനോ ഒക്കെ ആയി കഴിഞ്ഞ് നമ്മൾ നല്ലൊരു ജീവിതത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് ഇൻസിഡൻസ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് ഈ ഒരു മണിക്കൂറുകൾ കൊണ്ട് പറഞ്ഞു തീരാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഫിജി കാർഡിൽ വരുന്നതിന് മുന്നും ഫിജി കാർഡിൽ വന്നതിന് ശേഷവും ഇനി അങ്ങോട്ട് ഫിജി കാർഡിൽ എന്ത് ചെയ്യും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം വളരെ ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. ഞാൻ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്റെ അച്ഛൻ മരിച്ചുപോയതാണ്. അപ്പൊ ആ ഒരു ജീവിത സാഹചര്യം നമ്മൾക്ക് ഓർക്കാൻ സാധിക്കും. എന്റെ ഒരു പഠനകാലമൊക്കെ പറഞ്ഞ സമയത്ത് അമ്മ വീട്ടു ജോലിക്ക് പോയിട്ടാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത്. 6 മക്കൾ ഉണ്ടായിരുന്നു. എന്റെ മുന്നിൽ പോയിട്ടുള്ള 5 ആളുകളും പഠിക്കാൻ മിടുക്കരല്ലാത്തതുകൊണ്ട് ഞാനും അതേ രീതിയിൽ തന്നെയായിരുന്നു മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ജീവിതത്തിലുള്ള തീരുമാനങ്ങൾ അന്നത്തെ എന്നെ സംബന്ധിച്ച് എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. അപ്പം 2 ഇൻസിഡൻസ് ആണ് എന്നെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ഒരു ജോലി നേടാനും അല്ലെങ്കിൽ ഒരു എല്ലാവരും ഷാജി സാർ പറഞ്ഞ പോലെ തന്നെ ഒരു സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അത്തരം ഒരു ജോലിയിലേക്ക് ഞാൻ വരാനുണ്ടായ ഒരു സാഹചര്യം, അതേപോലെ എന്റെ ലൈഫ് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങളും എല്ലാം ഞാൻ തീരുമാനം എടുക്കുന്നത് ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ 4ാം ക്ലാസ് പഠിക്കുന്ന ഒരാൾക്ക് ആ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കാൻ സാധിക്കുക എന്നുള്ളത്. എന്റെ ലൈഫിലെ ഏറ്റവും എന്താ പറയാ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സംഭവം ഇന്നും ഞാൻ ഓർക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഞാൻ ഒരു 4ാം ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് ഏതാ വർഷം എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ആ ഒരു സമയത്ത് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് എല്ലാം അറിയാൻ സാധിക്കും. നമ്മൾ ഏറ്റവും നല്ല ചലച്ചിത്ര പുരസ്കാരം കിട്ടിയിട്ടുള്ള ചെമ്മീൻ എന്ന സിനിമ TV-യിൽ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ 4ാം ക്ലാസ് പഠിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു സിനിമ TV-യിൽ വന്ന സമയത്ത് ഒരു ഞായറാഴ്ചയാണ് സിനിമ വന്നിട്ടുള്ളത് TV-യിൽ. അപ്പം ശനിയാഴ്ച സ്കൂളിൽ നിന്ന് ടീച്ചർ പറയണ്ടായി, എല്ലാവരും നാളെ ചെമ്മീൻ സിനിമ കണ്ടിട്ട് വരണം, അതിലുള്ള കാര്യങ്ങൾ ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു സിനിമ കാണാൻ വേണ്ടി ഞാൻ ഒരു അടുത്ത വീട്ടിൽ പോയി സിനിമ കാണാൻ പോയി. ആ സിനിമ കാണാൻ പോയ സമയത്ത് ആ വീട്ടുകാര് ഞാൻ ചെന്നതിന്റെ പേരിൽ അവര് കാണുന്ന സിനിമ കൂടി TV ഓഫാക്കി പോവാണ് ഉണ്ടായത്. അപ്പം ആ ഒരു ഇൻസിഡൻസ് അന്ന് എന്നെ വലിയ രീതിയിലേക്ക് എന്താ പറയാ എന്റെ ആ ഒരു ചെറുപ്പകാലത്താണെങ്കിലും അന്ന് എന്റെ മനസ്സിൽ വലിയ ഒരു ഇൻസൾട്ട് ഞാൻ അനുഭവിച്ചു എന്നുള്ളതാണ്. ഞാൻ പോയതിന്റെ പേരിൽ അവര് സിനിമ ഓഫ് ചെയ്ത്. അപ്പം ഓഫ് ചെയ്ത രീതി അങ്ങനെയാണ്. കാരണം ഒരാള് ബാക്കിലോട്ട് പോയിട്ട് ആ ഒരു മെയിൻ സ്വിച്ച് ഓഫ് ആക്കി. ഇപ്പൊ ഞാൻ യാദൃശ്യമായിട്ട് വിചാരിക്കുന്ന കറണ്ട് പോയി എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വീണ്ടും വന്നു. വീണ്ടും അവിടെ സൗണ്ട് കേട്ട സമയത്ത് ഞാൻ വീണ്ടും അവിടെ പോയി. അപ്പം ഈ ആള് പോയിട്ട് ഈ ഒരു മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്നത് ഞാൻ കാണാനിടയായി. അപ്പം അന്ന് ഞാൻ വീട്ടിൽ വന്ന അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി നമ്മളെ വീട്ടിൽ TV വാങ്ങിയാൽ മാത്രമേ ഞാൻ TV കാണുള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞു.
ആ ഒരു ഇൻസിഡൻസ് ഇന്നും മറക്കാതെ ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ട് നടക്കാണ്. അതേ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായ വേറൊരു സാഹചര്യം എന്ന് പറയുന്നത്, പഠിക്കാൻ ഒട്ടും മിടുക്കനായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പഠിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനത്തെ പഠിച്ച ആളുകൾ പറഞ്ഞു തരാനോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാനും സ്കൂളിലൊക്കെ പോയിട്ടുള്ളത്. ഈ ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ മാത്സിന്റെ ഒരു പേപ്പർ കിട്ടിയ സമയത്ത് 0 മാർക്ക് കിട്ടി. അപ്പൊ 0 മാർക്ക് കിട്ടി വീട്ടിലേക്ക് വന്ന സമയത്ത് അമ്മ അടിക്കോ കുറ്റപ്പെടുത്തോ ഒന്നും ചെയ്തില്ല. അമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞേ, മോനെ നീയെങ്കിലും രക്ഷപ്പെടും എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പം അത് എന്റെ മനസ്സിൽ എവിടെയോ സ്ട്രൈക്ക് ചെയ്ത്. കാരണം ഞാൻ രാവിലെ കാണുന്ന അമ്മ വീട്ടുപണിക്ക് പോകുന്നു, അവിടുന്ന് കിട്ടുന്ന ഭക്ഷണം ഞാൻ കൊണ്ടുത്തരുന്നു. അന്ന് അമ്മ കൊണ്ടുത്തരുന്ന ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്. കാരണം അമ്മ വിയർപ്പ് ഒഴുക്കി ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം ആയതുകൊണ്ടായിരിക്കാം, വലിയ എന്താ പറയാ കറികളോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിലും അതിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പം ആ ഒരു 2 സാഹചര്യങ്ങളാണ് എന്നെ പഠിക്കാൻ പ്രേരിപ്പിച്ചെന്നുള്ളതാണ്. അപ്പം ആ ഒരു സമയത്ത് അടുത്ത നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത് വലിയ മാർക്ക് വാങ്ങണം, അങ്ങനെ വലിയ രീതിയിലേക്ക് റിസൾട്ടോട് കൂടിയിട്ട് SSLC പാസ്സായി. വീണ്ടും കഷ്ടകാലം തുടങ്ങിയത് 10ാം ക്ലാസ് പഠിച്ച് ആ ഒരു മാർക്ക് കിട്ടിപ്പോയതാണ് പിന്നെ ഒരു ശാപമായി മാറിയത്. കാരണം എനിക്ക് അന്ന് പ്രീ ഡിഗ്രി ആണ് ഞാൻ പഠിച്ചത്. അപ്പൊ പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ദേവഗിരി കോളേജിലാണ്. അപ്പം ദേവഗിരി കോളേജില് അന്നത്തെ ദേവഗിരി കോളേജ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ദേവഗിരി കോളേജ് അല്ല. ഇന്നിപ്പോ മിക്സഡും കാര്യങ്ങളൊക്കെയാണ്, സാധാരണ ലെവലിലേക്കുള്ള കോളേജാണ്. പക്ഷെ അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആവാൻ വേണ്ടി വരുന്ന ആളുകളും ആ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആയിട്ടുള്ള ആളുകളുടെ മക്കളായിട്ടുള്ള ആളുകളുമാണ് അവിടെ പഠിക്കാൻ വരുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയ സമയത്ത് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ക്ലാസ് തുടങ്ങിയ സമയത്താണ് ഞാൻ എന്നെ തന്നെ തിരിച്ചറിയാൻ തുടങ്ങിയത്. കാരണം ആ ഒരു സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു പോയത് ഏതെങ്കിലും ഒരു പൈസക്കാരൻ അച്ഛന്റെയും അമ്മേന്റെയും മകനായ മതിയായിരുന്നു എന്നുള്ള കാര്യം. കാരണം ഓരോ ദിവസവും ആളുകൾ ഓരോ തരത്തിലുള്ള ഡ്രസ് ഇട്ട് വരുന്ന സമയത്ത് ഞാൻ 2 വർഷം ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് 2 ഷർട്ടും 1 പാന്റും ആയിട്ടാണ്. അപ്പം അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കോളേജുകളിലൊക്കെ യൂണിഫോം ആയാൽ മതിയായിരുന്നു എന്നുള്ളത്. കാരണം അത്തരം രീതിയിൽ നമ്മൾ ഇൻസൾട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു 2 വർഷമായിരുന്നു ആ ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പം അവിടെ ആ ഒരു കോഴ്സും വളരെ സക്സസ് ആയിട്ട് തന്നെ പാസ്സായി. പിന്നെ നമ്മൾക്ക് ഗൈഡ് ചെയ്യാൻ ആളില്ല, ഇന്ന കോഴ്സാണ് പഠിക്കേണ്ടത്, ഇന്ന കോഴ്സ് പഠിക്കണം. അപ്പം ആ ഒരു സയൻസ് ഗ്രൂപ്പ് എടുത്ത എല്ലാ ആളുകളും അന്ന് എൻട്രൻസ് എക്സാം ആണ് നമുക്കുള്ളത്. എൻട്രൻസ് എക്സാം എഴുതുന്ന സമയത്ത് അന്നത്തെ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പം ആ ഒരു 500 രൂപ എനിക്ക് എടുക്കാനില്ലാത്ത, അല്ലെങ്കിൽ എന്റെ വീട്ടുകാർക്ക് എടുക്കാനില്ലാത്തതുകൊണ്ട് ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ പോലും എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ ഞാൻ പോകുന്നത് പോളി ടെക്നിക്കൽ ഡിപ്ലോമ കോഴ്സ് പഠിക്കാനാണ്. അവിടെയും സാഹചര്യം, ഇപ്പം എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു മാർക്ക് അനുസരിച്ച് എനിക്ക് ഏത് കോഴ്സ് വേണമെങ്കിൽ പ്രിഫർ ചെയ്യാമായിരുന്നു. പക്ഷെ എന്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അന്ന് ഞാൻ തന്നെയാണ്, എന്റെ നാട്ടിലോ അല്ലെങ്കിൽ എന്റെ വീടിന്റെ അടുത്തോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലോ ഒന്നും എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഞാൻ ആ ഫോമിൽ കണ്ടിട്ടുള്ള കോഴ്സുകളുടെ ലിസ്റ്റ് പ്രകാരം ആദ്യം എഴുതിയത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. രണ്ടാമത് എഴുതിയത് അതേപോലെ ഇങ്ങനെ ഓരോരോ ആ ഓപ്ഷനിൽ എന്താണോ ഉള്ളത് അതിനെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായത്. അപ്പൊ ഈ ഒരു മാർക്ക് ഉള്ളതിന്റെ പേരിൽ തന്നെ ആദ്യം തന്നെ എനിക്ക് അലോട്ട്മെന്റ് കിട്ടിയത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ നമ്മൾ പ്രിഫർ ചെയ്തത് അതായതുകൊണ്ട് തന്നെ പിന്നെ അവിടെ മാറാനോ മാറ്റം ചെയ്യാനോ ഉള്ള ഒരു അവസരമില്ല. നമ്മൾക്ക് പ്രിഫർ ചെയ്ത കോഴ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ആ ഒരു ഇഷ്ടമില്ലാത്ത സബ്ജക്ട് 3 വർഷം ഞാൻ പഠിച്ചു. അതിനുശേഷം ലാറ്ററൽ എൻട്രി എൻട്രൻസ് ഉണ്ടായിരുന്നു. അതില് ഓൾ കേരളയിൽ 8ാമത്തെ റാങ്കിൽ വരാൻ സാധിച്ചു. പക്ഷെ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നുള്ളത്. അത് മുന്നോട്ട് പോവാൻ എന്താ പറയാ പൈസ എന്ന കാര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ മുന്നോട്ട് പഠിക്കാൻ സാധിച്ചില്ല. ആ ഒരു കോഴ്സ് കഴിഞ്ഞ സമയത്ത് തന്നെ ക്യാമ്പസ് ഇന്റർവ്യൂ കഴിഞ്ഞു. ക്യാമ്പസ് ഇന്റർവ്യൂവിൽ റിലയൻസ് പെട്രോളിയം റിഫൈനറീസിൽ ഗുജറാത്തിലാണ് ജോലി കിട്ടിയിട്ടുള്ളത്. അവിടെ പോയ സമയത്താണ് അന്നത്തെ എന്റെ ഒരു ശരീരം എന്ന് പറയുന്നത് വെറും 45-50 കിലോഗ്രാം മാത്രമാണുള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് ഈ റിഫൈനറീസ് എന്ന് പറയുന്നത് നമ്മളെ കടലിന്റെ ഉള്ളിലേക്കാണ് ഈ റിഫൈനറീസ് ഉണ്ടാവുക. അപ്പം അവിടെ ശക്തമായിട്ടുള്ള കാറ്റാണ്. അപ്പൊ നമ്മൾ പറയാറുണ്ട് കാറ്റത്ത് പറന്നുപോയി എന്നുള്ളതൊക്കെ. ആ ഒരു കാറ്റിനെ അതിജീവിക്കാൻ ഞാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. രാവിലെ വെള്ള ഷർട്ട് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരുന്ന സമയത്ത് അത് ചുവപ്പ് കളറായിട്ട് മാറിയിട്ടുണ്ടാവും. ആ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് എവിടെയും പിടിച്ചു നിൽക്കണം. കാരണം തിരിച്ചു പോരാനുള്ള എന്താ പറയാ സാധ്യത, അല്ലെങ്കിൽ തിരിച്ചു വന്നാൽ വീടിന്റെ അവസ്ഥ അല്ലെങ്കിൽ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ച് വീണ്ടും അവിടെ പിടിച്ചു നിൽക്കാൻ ഉണ്ടായിട്ട്.
അപ്പൊ അങ്ങനെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങൾ മാറി മറിഞ്ഞു. അതിനുശേഷം ഞാൻ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. വളരെ എന്താ പറയാ ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് വീണ്ടും ജോലി മാറി റിലയൻസ് റിഫൈനറീസിൽ നിന്ന് ഞാൻ JP സിമൻസ് ഫാക്ടറി എന്ന് പറഞ്ഞ JP സിമൻസിലേക്ക് മാറി. ആ ഒരു JP സിമൻസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല സാലറി പാക്കേജുകൾ ഉണ്ടായിരുന്നു. വളരെ എന്താ പറയാ നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ നമ്മളിപ്പം നമ്മുടെ ഒരു കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ഈ ഒരു സിമെന്റ് ഫാക്ടറി ഒക്കെ ഉണ്ടാവുന്ന സ്ഥലം എന്ന് പറയുന്നത് കാട് പ്രദേശങ്ങളിലാണ് ഈ സിമെന്റ് ഫാക്ടറി ഒക്കെ ഉണ്ടാവുക. അതായത് ആൾതാമസം കുറഞ്ഞ ഏരിയകളിലാണ് ഈ സിമെന്റ് ഫാക്ടറികളൊക്കെ ഉണ്ടാവുക. അപ്പം ആ ഒരു സിമെന്റ് ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ ഫസ്റ്റ് പോയിട്ടുള്ളത് ഡാല എന്ന് പറയുന്ന സ്ഥലത്താണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ കാശി എന്ന് പറയുന്ന എന്താ പറയാ ഒരു അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലത്തിന്റെ കുറച്ചടുത്തായിട്ട് വരും ഈ ഒരു ഡാല എന്ന് പറയുന്ന സ്ഥലം. അതായത് ആ ഒരു ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 മണിക്കൂർ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യണം. അപ്പൊ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഒരു കാട് പോലെയുള്ള പ്രദേശങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യാം. അപ്പം അവിടെ ഹോട്ടലുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു സ്ഥലത്ത് ഞാൻ ജോലിക്ക് പോയ സമയത്ത് ഒരു മാസത്തോളം വെറും സമൂസയും ചായയും കഴിച്ചിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട്, ഒരു 4-5 മാസത്തോളം. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, അവിടെ ഒരു ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടുത്തെ ആ ക്യാൻറ്റീനിലെ സ്റ്റാഫും ഒരു മലയാളിയാണ്. അപ്പം നമ്മൾ എവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മലയാളികൾ ഉണ്ടാവും എന്നുള്ളൊരു സത്യം മനസ്സിലാക്കിയത് ഞാൻ അങ്ങനെയാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിന്നും അതിജീവിച്ചു എന്ന് അതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ, ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ പോസ്റ്റിലായിരുന്നത് നമ്മുടെ വിജയവാഡ ആന്ധ്രാപ്രദേശിലാണ്. അവിടെ നിന്നുമാണ് എനിക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഗവൺമെന്റ് സെക്ടറിലേക്ക് ഒരു ഇന്റർവ്യൂ വരുന്നതും ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമായിട്ടുള്ള കേരള ലാൻഡ് റിഫോംസ് ആൻഡ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ എഞ്ചിനീയർ ആയിട്ട് നിയമനം ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു കാലഘട്ടം എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ചെറുപ്പക്കാലം ആ ഒരു ജോലി കിട്ടുന്നത് വരെ വളരെ എന്താ പറയാ താഴ്ന്ന തട്ടിൽ നിന്ന്, അതായത് നമ്മൾക്ക് മിനിമം ഒരു എന്താ പറയാ 3 നേരം ഭക്ഷണം കഴിക്കാൻ പോലും സാഹചര്യം ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ജോലിയായി. ആ ജോലിയായ സമയത്ത് പല ഈ ആന്ധ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നാണ് എന്റെ സ്വപ്നങ്ങൾ ഞാൻ കാണുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സമയത്ത് എന്റെ നാട്ടിലെ ഏറ്റവും ചെറിയ വീട് എന്റെ വീടാണ്. ഇപ്പം ഞാൻ ദേവഗിരി കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ വീട് ഓല വീടായതുകൊണ്ട് തന്നെ എന്റെ ഒരു ഫ്രണ്ട്സിനെ പോലും ഞാൻ വീട്ടിലേക്ക് വിളിക്കാറില്ലായിരുന്നു. കാരണം അവരുടെ എന്റെ ആ ഒരു ഗ്യാങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് പൈസക്കാർ മാത്രം പഠിക്കുന്ന സ്ഥലമാണ്. അപ്പം അവരുടെയൊക്കെ വീട് എന്ന് പറയുമ്പം അവരൊരു എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ ആ ഒരു കോളേജിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ ആ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആണ് 2 സ്ഥലം എന്ന് പറയുന്നത്. അപ്പം ഒന്ന് നമ്മൾ മലയാളം മാത്രം സംസാരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഇംഗ്ലീഷുകൾ മാത്രം കേൾക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയി ആ സ്ഥലത്ത് നിന്നിട്ട് അത്തരം ഒരു സർക്കിളിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ വീടും അവര് വരുന്നതും ഓരോ ദിവസം ഓരോ കാറിൽ ഓരോ ദിവസം ഓരോ ഡ്രസ്സ് ഓരോ വാച്ചുകൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാനും പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു പൈസക്കാരൻ അച്ഛന്റെയും അമ്മന്റെയും മകനായ മതിയായിരുന്നു, എന്നാൽ ഇവരെ പോലെ ഞാനും ആകുമായിരുന്നു എന്നുള്ളൊരു ചിന്ത അപ്പോഴൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സാഹചര്യം മാറി ഞാൻ എനിക്ക് ജോലി കിട്ടി കഴിഞ്ഞ് പോയ സമയത്ത് എന്റെ സ്വപ്നങ്ങൾ വലുതായിരുന്നു. കാരണം എനിക്ക് നല്ലൊരു വീട് വേണം, നല്ല വാഹനം വേണം എന്നീ കാര്യങ്ങളൊക്കെ സാധാരണക്കാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ജോലിക്ക് പോയ സമയത്ത് ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറുന്നത് 6000 രൂപ സാലറിക്കാണ്. ആ സാലറിയിൽ നിന്ന് ഏകദേശം 2 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം വാങ്ങുന്ന ജോലി ഞാൻ ഈ ഒരു നമ്മളെ JP സിമൻസിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ജോലിക്ക് പോയ സമയത്ത് ആ ഒരു വരുമാനം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളൊരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ജോലിയിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി മുഖാന്തരം ഒരു ലൈഫ് സക്സസ് ആക്കാമെന്ന് ചിന്തിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ജോലി എടുത്ത് വരുമാനം വാങ്ങി ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളെ പ്രദേശങ്ങളിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലും നിങ്ങളെ നൈബേഴ്സിന്റെ ലിസ്റ്റിലും ഒക്കെ ഈ ഗവൺമെന്റ് ജോലിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ഇവരുടെ വീടുകളിൽ എവിടെയെങ്കിലും ഒരു BMW കാറോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രദേശത്തെ ഏറ്റവും വലിയ വീടോ ഒന്നും ഇവരതായിരിക്കില്ല. കാരണം എന്താണ്,
അവരൊരു മിനിമം വരുമാനത്തിൽ ജീവിക്കുന്ന ആളാണ്. അപ്പം ഈ പറയുന്ന രീതിയിൽ എനിക്കും എന്റെ നല്ലൊരു വീടുണ്ടാക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ലൈഫ് വേണം എന്നുള്ള ചിന്ത അവിടെ എന്താ പറയാ തുടങ്ങിയ സമയത്ത് ഇതിലൂടെ, ഈ ഒരു ജോലിയിലൂടെ അത് സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അപ്പം ആ ഒരു സമയത്ത് ഞാൻ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെ എഞ്ചിനീയർ ആയിട്ട് പോകും. അതിനുശേഷം 8 മണി മുതൽ 10 മണി വരെ കോൾ സെന്ററിൽ ജോലിക്ക് പോകും. അതിനുശേഷം ഈ 12 മണി സമയത്ത് തട്ടുകടകൾ ഉണ്ടാവും, അവിടെ പാത്രം കഴുകാൻ പോകും. ഇങ്ങനെയുള്ള ഒരുപാട് ജോലികൾ ഒരേ സമയത്ത് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കാൻ തയ്യാറായത്. ഒരു ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ്. കാരണം എനിക്ക് ഒന്നിൽ നിന്ന് തുടങ്ങണം, വീടില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സമയത്ത് എനിക്കൊരു ചേച്ചി ഉണ്ട്, ആ ചേച്ചിയുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിന്ന സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്, ഒരു ജോലി കിട്ടിയതിന്റെ പേരിൽ മാത്രം നമ്മൾക്ക് ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നേടാൻ സാധിക്കില്ല എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കി. അപ്പം ആ ഒരു സമയത്ത് ഇതേപോലെ ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തു, ഒരുപാട് ജോലികളുടെ പിറകെ സഞ്ചരിച്ചു. ആ ഒരു ജോലികൾ ചെയ്തുകൊണ്ട് തന്നെ എന്റെ സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ നേടിയെടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പം ഞാൻ ഫിജി കാർട്ടിൽ വരുന്നതിന്റെ മുന്നേ, അപ്പം നമ്മൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏത് വിധേനയും നമ്മൾ സാധിച്ചെടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാം അവസരങ്ങളായിട്ട് മാറും, അല്ലെ? എല്ലാം അവസരങ്ങളായിട്ട് മാറും. ആ ഒരു കാര്യം നമ്മൾ നോക്കുക. നമ്മളെ ലൈഫിൽ നമ്മൾ എന്താവണം എന്ന് ആഗ്രഹിക്കുന്നു, നമ്മളെ ലൈഫ് നമ്മൾ എവിടേക്ക് കൊണ്ടുപോകണം, ഏത് രീതിയിലേക്ക് നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ട് ജീവിക്കുകയാണെങ്കിൽ എല്ലാം അവസരമായിട്ട് മാറും. നമ്മൾ മുന്നിൽ കാണുന്നതെല്ലാം നമുക്ക് അവസരമാണ്. അപ്പൊ ഫിജി കാർട്ടിലൂടെ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ രക്ഷപ്പെട്ടത് ഫിജി കാർട്ടിലൂടെ. അതിന് മുന്നേ ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളത്, അതായത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എനിക്ക് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സത്യം. അപ്പം അതിൽ ഞാൻ എടുത്തിട്ടുള്ള എഫേർട്ട് വളരെ കൂടുതലാണ്. ഇപ്പൊ ഫിജി കാർട്ടിൽ നമുക്കറിയാം എഫേർട്ട് കുറവും റിസൾട്ട് കൂടുതലാണ്. പക്ഷെ ഞാൻ അന്ന് ആ ഒരു സമയത്ത് എന്റെ ചെറുപ്രായത്തിൽ, അല്ലെങ്കിൽ ആ ഒരു അധ്വാനിക്കുന്ന സമയത്ത് 4ഉം 5ഉം ജോലികൾ ഒരേ സമയത്ത് ചെയ്തതുകൊണ്ട് എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എനിക്ക് സാധിച്ചു. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു ജോലി എന്ന് പറഞ്ഞ നമ്മളെല്ലാവരും, നമുക്ക് പറയാം, ഫിജി കാർട്ട് ചെയ്യുന്ന ആളുകൾക്കെല്ലാം തന്നെ പറയുന്നത് എനിക്ക് സമയമില്ല, എനിക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ്. പക്ഷെ ഈ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ 5 ജോലികൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് സമയം ഉണ്ടായിരുന്നു. അത് ഞാൻ ഉറങ്ങാറില്ല. കാരണം എനിക്ക് ഉറങ്ങാൻ സമയമില്ല. എന്തുകൊണ്ട് ഉറങ്ങാൻ സമയമില്ല? എന്റെ ലൈഫ് ഇങ്ങനെ ആയാൽ പോരാ എന്നുള്ളൊരു ചിന്ത എനിക്കുള്ളത് കൊണ്ടാണ്. അപ്പം ആ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് അന്നത്തെ കഷ്ടപ്പാടിന്റെ റിസൾട്ട് ഇന്ന് ഞാൻ അനുഭവിക്കും എന്നുള്ളതാണ്. അപ്പം അന്ന് ഞാൻ ചിന്തിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ചിന്തിച്ചു എനിക്ക് ഒരു പൈസക്കാരന്റെ അച്ഛനെയും അമ്മേനെയും മകനായ മതി. ഇന്ന് എനിക്ക് 3 മക്കളുണ്ട്. ഇവരുടെ ചിന്താരീതി അങ്ങനെ ആവരുത് എന്നുള്ള ഒരു ചിന്ത കൂടി എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളെ അച്ഛനമ്മമാരായതുകൊണ്ട് മാത്രം, ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ അമ്മ വീട്ടിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ദിവസം ജോലിക്ക് പോയ അന്ന് ഞാൻ എന്റെ അമ്മയുടെ ജോലി നിർത്തിയതാണ്. അന്ന് ജോലിക്ക് പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അമ്മ സുഖമായിട്ട്, അന്ന് അത്രയും കൊല്ലം കഷ്ടപ്പെട്ടതിന്റെ ഇന്ന് ഒരു രാജകുമാരിനെ പോലെ, അല്ലെങ്കിൽ ഒരു രാജ്ഞിയെ പോലെ എന്റെ വീട്ടിലിരുന്നിട്ട് ജീവിക്കാനുള്ള ചുറ്റുപാട് ഞാൻ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ അച്ഛനമ്മമാരായി പോയതുകൊണ്ട് മാത്രം നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും നിഷേധിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സുഖ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. ഇതേപോലെ നിങ്ങളെ മക്കളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളെ മക്കൾക്ക് എന്തെങ്കിലും സുഖ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. അപ്പൊ അത് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി, അല്ലെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ വിജയിക്കാൻ സാധിക്കും. ഇനി എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു 2ാം ഘട്ടത്തിലേക്ക് ഞാൻ പോകണം. 1ാമത്തെ ഘട്ടം, ഞാൻ ഇതേപോലെ ഞാൻ എന്റെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ തുടങ്ങി. ഇനി എന്റെ ജീവിതത്തിലെ മാറ്റം സംഭവിച്ചിട്ട് അടുത്തൊരു മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കൊറോണ എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്ന സമയത്താണ്. എന്റെ മനസ്സിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ആ ഒരു കൊറോണ സമയത്ത് എന്നെ ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ ഗവൺമെന്റ് സെക്ടറിൽ ആ ജോലി ചെയ്യുന്നു. എന്റെ വൈഫ് MBR ക്യാൻസർ സെന്ററിൽ അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുന്നു. അത്യാവശ്യം 2 പേർക്കും ജോലിയുണ്ട്. ആ ഒരു സമയത്ത് ഒരു ദിവസം പോലും വീട്ടിലിരിക്കേണ്ടി വന്നിട്ടില്ല.
എല്ലാ ദിവസങ്ങളും ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് ആ ഒരു സമയത്താണ് ഞാൻ മറ്റൊരു സത്യം മനസ്സിലാക്കുന്നത്. നമ്മൾ എവിടെയും സേഫ് അല്ല. അല്ലെ, നമ്മൾക്ക് ആ ഒരു കൊറോണ വന്ന സമയത്ത് നമ്മളെ ഏത് മേഖല ആയിക്കോട്ടെ സ്തംഭിച്ച ഒരു സമയമാണ്. ഡ്രൈവേഴ്സിനാണെങ്കിൽ വണ്ടിയിൽ പോകാൻ പറ്റില്ല, ഓട്ടോക്കാർക്ക് ഓട്ടോ എടുക്കാൻ പറ്റില്ല, സിനിമകൾ തുറക്കില്ല, ടെക്സ്റ്റൈൽസ് തുറക്കില്ല, എല്ലാ ജോലികളും അവിടെ സ്തംഭിച്ച സമയത്ത് ഇപ്പൊ നമ്മൾക്ക് വരുമാനം ഉണ്ടെങ്കിലും നമ്മളെ ചുറ്റിലും വരുമാനമുള്ള ആളുകൾ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലെ. നമ്മൾക്ക് വരുമാനം ഉണ്ടാവും. നമ്മൾക്ക് സഹായിക്കാൻ പറ്റുന്നത് ചിലപ്പം 1-2 സമയങ്ങളായിരിക്കും അല്ലെ, 1-2 ഘട്ടങ്ങളിലായിരിക്കും നമുക്ക് അവരെ സഹായിക്കാം. ഇപ്പം ഒരു ആള് നമ്മളോട് പൈസ 1000 രൂപ തരുക ചോദിച്ചാൽ ഒരു ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ 2ാമത്തെ പ്രാവശ്യം കൊടുക്കും, 3ാമത്തെ പ്രാവശ്യം കൊടുക്കാൻ നമ്മുടെ കൈകളിൽ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു കൊറോണ സാഹചര്യത്തിലാണ് ഈ ഒരു കൺസെപ്റ്റ് കേൾക്കാൻ ഞാൻ ഇടയായിട്ടുള്ളത്. അപ്പം നിങ്ങളൊരു ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നൈബേഴ്സോ ഒക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടായിരിക്കാം ഈ ഒരു കൺസെപ്റ്റിന്റെ പ്ലാന് കേട്ട് നിങ്ങളൊരു ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് ആ ഒരു കൊറോണ സമയത്ത് ഞാൻ നമ്മളെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എന്റെ ഓഫീസിന്റെ താഴെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റിന്റെ അടുത്ത് ഒരാൾ സംസാരിക്കുന്നത് കേൾക്കാനുണ്ടായത് ഫസ്റ്റ്. അപ്പം അവിടെ ആ ഒരു സമയത്ത് ഞാൻ കേട്ടത് മിസ്റ്റേക്കൻലി എന്റെ തെറ്റാണ്, ഫിജിക്കാർട്ട് എന്നല്ല, ഞാൻ ഫ്ലിപ്കാർട്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഫ്ലിപ്കാർട്ടിൽ ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റോറി കിട്ടുക അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആവാം എന്നുള്ള രീതിയിലാണ് അന്ന് ഞാനത് കേട്ടിട്ടുള്ളത്. അതേ സംഭവം അന്ന് കഴിഞ്ഞ ഒരു 2 ദിവസം കഴിഞ്ഞ സമയത്ത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് എന്നോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കേട്ടതും അതും ഒന്നാണോ എന്നുള്ള ചിന്തയിൽ ഞാൻ ആ പ്ലാന് കേൾക്കണം എന്ന് ആഗ്രഹിച്ച് അവരോട് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ കേൾക്കാമെന്ന് പറയുന്ന സമയത്ത് പിന്നെ അദ്ദേഹം വിളിക്കുന്നില്ല. പിന്നെ ഞാൻ 4-5 പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ കേൾക്കുന്നത്. പ്ലാൻ കേട്ട സമയത്ത് ഞാൻ അവരോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ വന്നതുകൊണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കാരണം അന്നത്തെ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് വരുമാനം ഉണ്ടല്ലോ, എനിക്ക് ആവശ്യത്തിന് വരുമാനം ഉണ്ട്, ഞാൻ ഹാപ്പിയാണ്. അപ്പം അതിൽ കൂടുതൽ ഉള്ള ലൈഫ് സ്റ്റൈലൊന്നും അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു അവസരം വേണ്ട എന്നുള്ള രീതിയിലാണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് ഈ ഒരു അവസരം എത്തിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ, അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാനിത് കേട്ടിട്ടുള്ളത്. അപ്പം ആ ഒരു സമയത്ത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഇന്ന് DSDM റാങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന റാഫി എന്ന് പറയുന്ന വ്യക്തിക്ക് ഷോപ്പിൽ 30 ദിവസത്തെ ജോലി ആദ്യം 15 ദിവസമായി മാറി, പിന്നെ ആഴ്ചയിൽ 1 ദിവസമായി മാറി, പിന്നെ ആ ഒരു ജോലിയുടെ എന്താ പറയാ ആ ജോലി നഷ്ടാവുന്നു എന്നുള്ള രീതിയിൽ എത്തിയ സമയത്ത് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് ഏറ്റെടുത്തു. അതേപോലെ എന്റെ നാട്ടിലുള്ള കുറച്ച് ഫ്രണ്ട്സും. അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ ആ കൺസെപ്റ്റ് ഏറ്റെടുത്ത്, ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടാണ് കൺസെപ്റ്റ് ഏറ്റെടുക്കുന്നത് നിങ്ങൾ ഓർക്കണം. അപ്പം അവർക്ക് വേണ്ടി കൺസെപ്റ്റ് ഏറ്റെടുത്ത് ഞാൻ ഇവരോട് പറയാൻ വേണ്ടി പോയി, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ബോബി ചെമ്മണ്ണൂന്റെ ഒരു പ്രൊജക്ട് ആണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആർക്കാണോ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ളത് ആ വ്യക്തി എന്നോട് പറയാണ് ആളെ ചേർക്കുന്ന പരിപാടിയല്ലേ, ഞാനില്ല. ഒറ്റയടിക്ക് കാരണം ഞാൻ ആർക്കാണോ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഏറ്റെടുത്തു അവരോട് പോയി ഇത് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ്, ഇത് ആളെ ചേർക്കുന്ന പരിപാടിയാണ്, ഞാനില്ലാന്ന്. അപ്പം അന്ന് ഈ ഒരു നമ്മളെ ബിസിനസ്സിലേക്ക് നമ്മൾ ജോയിൻ ആവണമെങ്കിൽ ഒരു 100 SP പർച്ചേസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഈ ആളോട് ചോദിച്ചു, നിന്റെ ലൈഫിൽ ഇപ്പം നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറയുന്നു, നിന്റെ ലൈഫിൽ ഒരു 20,000 രൂപയുടെ വില പോലും നിനക്കില്ല എങ്കിൽ നമ്മളെ ഫ്രണ്ട്ഷിപ്പിന് എന്ത് വിലയാണെന്ന് ചോദിച്ചു. പിന്നെ ആള് അത്യാവശ്യം ആ ഒരു സമയത്ത് കടങ്ങളൊക്കെ വാങ്ങിക്കുന്നത് എന്നോടാണ്, അല്ലെങ്കിൽ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും വാങ്ങിക്കാറുണ്ട് അയാളും വാങ്ങിക്കാറുണ്ട്. ആ ഒരു സമയത്ത് പുള്ളി വിചാരിച്ചു ആ ഒരു ബന്ധം നിന്ന് പോവോ എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ച സമയത്ത് എവിടെ നിന്നൊക്കെയോ കടം വാങ്ങിച്ചോ, അന്ന് ആ കൊറോണ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വരുമാനമല്ല, അപ്പൊ എവിടെ നിന്നൊക്കെയോ കടം വാങ്ങിച്ചോ എന്തോ സ്വർണം പണയം വെച്ചോ ഒക്കെ ഈ ബിസിനസിന്റെ ഭാഗമായി. അതേപോലെ എന്റെ നാട്ടിൽ എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ആളും ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ആയി. ഇപ്പം പ്ലാൻ ഒന്നും കേട്ടിട്ടില്ല. ആ ഒരു സമയത്ത് അദ്ദേഹം വരുന്ന സമയത്ത് ഒരു എൻഫീൽഡ് ബുള്ളറ്റ് ഒക്കെ എടുത്തിട്ട് കൊറോണ സമയത്ത് അതിന്റെ EMI അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഇവര് രണ്ടുപേരും എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ജോയിൻ ചെയ്തു. അപ്പം ആ ഒരു ബന്ധത്തിന്റെ പേരിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ആ ബന്ധത്തിന്റെ പേരിൽ ജോയിൻ ചെയ്തു. അവരും വർക്ക് ചെയ്യാനും തയ്യാറായില്ല. ഞാൻ എന്റെ അറിയുന്ന ആളുകളിലേക്ക്, കാരണം ഇവർക്കൊരു വരുമാനം എത്തണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം.
അപ്പൊ ഞാൻ എന്റെ അറിയുന്ന ആളുകളോടും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോടും ഒക്കെ ഈ ഒരു ബിസിനസിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ സംസാരിച്ച് ആ ഒരു ബിസിനസ്സിലെ ആളുകൾ വരുന്ന സമയത്ത് ഇവർക്ക് തോന്നി ഇത് വരുമാനം കിട്ടും എന്ന് തോന്നിയ സമയത്ത് ഇവരും ചെറുതായിട്ട് വർക്ക് എടുക്കാൻ തുടങ്ങി. ഇന്ന് ആ രണ്ടുപേരും സഞ്ചരിക്കുന്നത് അവരുടെ ലൈഫിൽ ഒരിക്കൽ പോലും അവർ സ്വപ്നം പോലും കാണാത്ത രണ്ട് വണ്ടികളിലാണ്. ഇപ്പം ടിയാഗോ എന്ന കാറിലാണ്. അപ്പൊ ഞാൻ അന്ന് എന്റെ കൈ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേരും ഇന്ന് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി എന്നുള്ളത് ഈ ഒരു കൺസെപ്റ്റിന്റെ മാത്രം പ്രത്യേകതയാണ്. പക്ഷെ അതിനു മുന്നേ എന്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചു എന്നതിനേക്കാൾ ഉപരി ഇവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ എനിക്ക് ഈ ഒരു കൺസെപ്റ്റിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ രണ്ടുപേരിൽ നിന്ന് ഇന്ന് ബിസിനസ് വളർന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ന് ബിസിനസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് എന്താ പറയാ, നമ്മൾ ആന്ധ്ര എന്ന സ്ഥലത്ത് ഒരു STM ലീഡർ വരെ ഇന്ന് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, നമ്മൾ പറയുന്നതിനനുസരിച്ച് നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളെ നമ്മൾക്ക് രക്ഷപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾക്ക് ഈ ഒരു ബിസിനസ് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്ത് വരുമാനം കിട്ടാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്തായിരുന്നു, അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിച്ച സമയത്ത് അതിനേക്കാൾ കൂടുതൽ വരുമാനം എനിക്ക് കിട്ടി തുടങ്ങി. അപ്പൊ അവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം എനിക്ക് കിട്ടി തുടങ്ങി. അപ്പൊ നമ്മൾ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഗവൺമെന്റ് ജോലി. എന്താണ് ഗവൺമെന്റ് ജോലിയുടെ പ്രത്യേകത? ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് 55 വയസ്സ് കഴിഞ്ഞാൽ ഒരു പെൻഷൻ കിട്ടും അല്ലെ? ഒന്നാമത്തെ സവിശേഷത അതാണ്. രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ആവശ്യത്തിന് ലോൺ കിട്ടും. നമ്മൾക്ക് നമ്മളെ സാലറി സ്ലിപ്പോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ നോക്കിയിട്ട് നമ്മൾക്ക് ലോൺ ഇഷ്ടം പോലെ കിട്ടും. ഒരു ഗവൺമെന്റ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനും ജഗദീഷ് സാറും ഒരു വർക്കിന് വേണ്ടി മണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അദ്ദേഹം സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിട്ട് പിരിഞ്ഞ ഒരാളാണ്, നമ്മൾ പ്ലാൻ കൊടുത്ത ആള്. അപ്പൊ അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് ഒക്കെ വന്ന് ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ളതാണ് ഹൗസ് ലോൺ ഇപ്പോഴും തീർന്നിട്ടില്ല, ഇപ്പോഴും പെൻഷനിൽ നിന്നും ഹൗസ് ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു ഗവൺമെന്റ് ജോലിക്കാരന്റെ സാധ്യത. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങളെ വീടിന്റെ അടുത്ത് ഒരു ഗവൺമെന്റ് ജോലിക്കാരനുണ്ട്, ഒരു കൂലിപ്പണിക്കാരനുണ്ട്. കൂലിപ്പണിക്കാരന്റെ വീട്ടിലെ സന്തോഷം ഗവൺമെന്റ് ജോലിക്കാരന്റെ വീട്ടിൽ ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയാം, അവര് ആ ഒരു പൈസക്ക് അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. ഒരു മാസം ഒരു അസുഖം വന്നാലോ ഒരു കല്യാണം വന്നാലോ അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടം സംഭവിക്കും. അവര് അതിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടി ചിലപ്പോൾ 2 or 3 മാസം അവര് കഷ്ടിച്ച് ജീവിച്ചാലേ അതിൽ നിന്ന് മോചിതരാവുള്ളൂ. അപ്പം അതാണ് വ്യത്യാസം. അപ്പം കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ അതിനനുസരിച്ച് അവർ അന്ന് കിട്ടുന്ന വരുമാനത്തിൽ അന്ന് ജീവിക്കുന്നു അല്ലെ? അപ്പൊ നിങ്ങള് ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ പ്ലാൻ പറയാൻ പോകുന്ന സമയത്ത് അപ്പം ഈ ഒരു ഗവൺമെന്റ് ജോലി റിസൈൻ ചെയ്യാനുണ്ടായ കാരണം കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത് ആ ഒരു വരുമാനം ഞാൻ നോക്കി. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ 9 മണിക്ക് ഓഫീസിലെത്തണം. വൈകുന്നേരം 5 മണിക്ക് നമുക്ക് ഇറങ്ങാമെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തും 6 മണി 6:30 ആവും. അപ്പം അവിടെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് ഒരു വേറൊരു കാര്യത്തിന് പോകാനോ കാര്യമില്ല. കാരണം 6:30 ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് 7:30 8 മണിയാവും. അപ്പം ആ സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഒരു കല്യാണത്തിന് മനസ്സമാധാനത്തോടു കൂടി പോകാൻ പറ്റില്ല, ഒന്ന് ഡോക്ടർക്ക് മനസ്സമാധാനത്തോടു കൂടി പോകാൻ പറ്റില്ല. അവിടെ ഞാൻ എന്ന് പറയുന്ന ഒരാൾ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ അവിടെ വേറെ എഞ്ചിനീയേഴ്സ് ഇല്ലാത്തതുകൊണ്ട്, അതിന് പകരമായിട്ട് നിൽക്കാൻ ആളില്ലാത്തതുകൊണ്ട് ലീവ് എന്ന് പറയുന്ന കാര്യം കിട്ടാറേയില്ല. അപ്പം അതും അല്ല, ഞാൻ ഇപ്പം അവിടുന്ന് 1.5 ലക്ഷം രൂപയോളം വരുമാനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വരുമാനം ഞാൻ മേടിക്കുന്ന സമയത്ത് ഒരു 10 ലക്ഷം രൂപയുടെ വരുമാനം ഞാൻ കമ്പനിക്ക് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ആ ഒരു സെക്ടറിന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എന്റെ സമയം ഞാൻ മറ്റുള്ളവർക്ക് പാഴാക്കുകയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അപ്പം ഇവിടെ ഞാൻ എന്റെ സമയം കൊടുക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഇപ്പം ഞാൻ സോണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ നിൽക്കുന്ന സമയത്ത് ഇന്ന് എനിക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ സാധാരണഗതിയിൽ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂറിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടുന്നത് ഒരു 8 or 7 മണിക്കൂറാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോ 8 or 7 മണിക്കൂർ അല്ല ഉള്ളത് വർക്ക് ചെയ്യാനുള്ള സമയം.
എന്റെ താഴെ ഒരുപാട് ലീഡേഴ്സ് ഇന്ന് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സമയമൊക്കെ എന്റെയും കൂടി സമയമാണ്. അപ്പൊ നമ്മൾ നോക്കുക, ബിസിനസ്മാൻമാര് എങ്ങനെയാണ് അവരുടെ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നത്, വരുമാനം നേടുന്നത് എന്നുള്ളത് നോക്കുക. ഇപ്പൊ പ്രമുഖ കമ്പനികളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാഫ് ഉണ്ടാവും അല്ലെ. നമ്മളിപ്പം ഒരു നോക്കുക, കല്യാൺ ഡാമിന് എടുത്ത് നോക്കുക, അതല്ലെങ്കിൽ നമ്മൾ മറ്റേ ടാറ്റ, അങ്ങനെയുള്ള ആളുകളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കമ്പനികളിൽ ഒരുപാട് ആളുകൾ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങളും പല ജോലി ചെയ്യുന്ന ആളുകളാണ്, പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ എത്ര ശതമാനമായിരിക്കും നിങ്ങളുടെ പ്രതിഫലം? നിങ്ങൾ ആലോചിക്കുക. അപ്പം ഇത് ടെക്സ്റ്റൈൽസിലൊക്കെ പോയിട്ട് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8 മണി വരെ 10 മണി വരെയൊക്കെ നിൽക്കുന്ന ലേഡീസിന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മളെ ഈ ഒരു മീറ്റിംഗിൽ കേൾക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഈ ഒരു മിനിമം 10,000 രൂപ 15,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 10 മണി വരെ 8 മണി വരെയൊക്കെ നിന്ന് ജോലി ചെയ്യണം. ഒന്ന് ഇരിക്കാൻ പോലും അവിടെയുള്ള മാനേജ്മെന്റ് അവരെ സമ്മതിക്കില്ല. പക്ഷെ അതും നമ്മൾ അതും ആ ഒരു പ്രതിസന്ധി നമ്മൾ തരണം ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്താണ്? പൈസ വേണം എന്നുള്ളൊരു കാര്യത്തിനാണ്. പക്ഷെ അതൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ ഒരു 4 ആളുകളോട് ഫിജിക്കാർട്ട് ബിസിനസിന്റെ പ്ലാൻ പറയാ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ വലിയ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ഒരു ഷോപ്പിൽ പോയിട്ട് 10 മണി മുതൽ 11 മണി വരെ നിൽക്കുക, അല്ലെങ്കിൽ രാത്രി 10 മണി ഇപ്പൊ ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ പറയുന്ന സമയത്ത് ആ ഒരു വരുമാനം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 1.5 ലക്ഷം രൂപയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വരുമാനം ഇവിടെ എനിക്ക് വരാൻ തുടങ്ങി, ഈ ഒരു ബിസിനസ്സിൽ വരാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ചിന്തിച്ചു, ഈ ഒരു ബിസിനസ്സിലാണെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ള സമയത്ത് ചെയ്യാം അല്ലെ, എന്റേതായിട്ടുള്ള സമയം എനിക്ക് നിശ്ചയിക്കാം. ഇപ്പം ഒരു ലീഡർ വിളിക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഇന്ന് എനിക്ക് പറ്റില്ല, നാളെ ആക്കാം എന്നുള്ള കാര്യം എനിക്ക് പറയാം. ഇന്ന് എനിക്ക് എന്റെ മോനെ ഡോക്ടറത്തെ കൊണ്ടുപോകണമെങ്കിൽ മോനെ ഡോക്ടറത്തെ കൊണ്ടുപോകാം. ഇനി കല്യാണത്തിന് പോകണമെങ്കിൽ കല്യാണത്തിന് കൊണ്ടുപോകും. എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ആ ഒരു വ്യത്യാസമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് എന്താണോ ആഗ്രഹിച്ചു വന്നിട്ടുള്ളത്, അതായത് ഞാൻ ആഗ്രഹിച്ചത് എന്നെ അറിയുന്ന കുറച്ച് ആളുകളിലേക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് ഏകദേശം 150ഓളം കുടുംബങ്ങളിലേക്ക് ഒരു മാസ വരുമാനം എത്തിച്ചു കൊടുക്കാനും മിനിമം ഒരു 10,000 രൂപ വരുമാനം എത്തിച്ചു കൊടുക്കാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഫിജിക്കാർട്ടിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതായത് 22 വർഷത്തോളം ഞാൻ ഒരു എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തു. അപ്പോഴൊന്നും ഒരു ജോലി കൊടുക്കാനോ വാങ്ങാനോ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്ന സമയത്ത് ഒരു എന്താ പറയാ, ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഇല്ലാതെ, അല്ലെങ്കിൽ 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള റാഫി എന്ന് പറയുന്ന വ്യക്തി, ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, റാഫി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ന് വലിയ രീതിയിലേക്ക് ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റാനും വലിയ രീതിയിലേക്ക് ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന്, അതായത് ഒരു 1000 രൂപ മിനിമം വരുമാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ അന്നത്തെ വരുമാനം ഒരു 700 രൂപ 800 രൂപ, അതിൽ നിന്ന് ലക്ഷങ്ങളുടെ വരുമാനത്തിലേക്ക് എത്തിക്കാനും ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറി. ഇന്ന് അവരുടെ ഷോപ്പിന്റെ ഓണർ സഞ്ചരിക്കുന്ന വണ്ടി 8 ലക്ഷം രൂപയുടെ വണ്ടിയാണെങ്കിൽ ഇന്ന് ഓഫീസർ സഞ്ചരിക്കുന്ന വണ്ടി 15 ലക്ഷം രൂപയുടെ വണ്ടിയിലാണ്. അപ്പം ആ ഒരു കാര്യം അതേപോലെ ഒരുപാട് കുടുംബങ്ങളിലേക്ക്, ഇന്ന് നേരിട്ട് പരിചയം പോലും ഇല്ലാത്ത ഒരുപാട് കുടുംബങ്ങളിലേക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരി ഇന്ന് പല സ്ഥലങ്ങളിലായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഒരു സമയത്ത് ഞാൻ ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞാൻ ജീവിച്ചു, ഞാൻ ജോലി ചെയ്തു, ഒരു 10ഓ 15ഓ ആളുകളെ കൂടെ ജോലി ചെയ്തു. ആ ജോലി കഴിഞ്ഞു, ഞാൻ മരണം അടഞ്ഞു പോവായിരുന്നു അല്ലെ. ഇപ്പം ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് എന്നെ അറിയുന്ന ഈവൻ ഇപ്പം ഞാൻ സംസാരിക്കുന്ന 876 പേര് പോലും ഞാൻ നേരിട്ട് പരിചയമില്ലാത്ത ആളുകളാണ് കൂടുതലും അല്ലെ. ഇത്തരം ആളുകളൊക്കെ ഇന്ന് എന്നെ അറിയുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ഒരു ദിവസം നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതിന് ഇടയായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് അന്ന് ഞാൻ ഫിജിക്കാർട്ടിൽ ജോയിൻ ചെയ്തു എന്നത് മാത്രമാണ്. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ഫിജിക്കാർട്ടിൽ നമ്മൾക്ക് ചെയ്യാനുള്ള മനസ്സ്, അല്ലെങ്കിൽ നമ്മൾ എന്തിന് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നോക്കാം. അപ്പം ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് നോക്കുന്ന സമയത്ത് എനിക്കറിയാം
ഈ ഒരു ബിസിനസിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാം. അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് സീരിയസ് ആയിട്ടാണോ? എന്റെ മുന്നിൽ 876 പേരുണ്ട്. ഈ 876 പേരും ആത്മാർത്ഥമായിട്ട് ഫിജി കാർഡ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഒരുപാട് പേര് അവരുടേതായിട്ടുള്ള കാരണങ്ങളിൽ പറഞ്ഞു മാറി നിൽക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ അന്നന്ന് കിട്ടുന്ന വരുമാനത്തിൽ ജീവിച്ച് സംതൃപ്തിപ്പെടുന്ന ആളുകളാണ് അല്ലെ. നമ്മൾ വളരെ എന്താ പറയാ, ചെറിയ വരുമാനമാണെങ്കിൽ ഒരു ദിവസം 500 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അതിൽ സംതൃപ്തി അടന്ന് ജീവിക്കുന്നവരാണ്. ഇപ്പം ഈ ഒരു പ്ലാൻ പറയുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു മറുപടിയാണ് എന്ത്, ഇത് അന്നൊക്കെ ജീവിക്കാനുള്ള മാർഗമുണ്ട് സാർ, ഇതൊന്നും ചെയ്യണ്ട അല്ലെ, അന്നന്ന് ഞാൻ കിട്ടുന്ന കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്, ഈ ഒരു വരുമാനം കൊണ്ട് ജീവിച്ചു പോവാം, ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അന്നന്ന് ജീവിക്കുന്ന കാര്യങ്ങൾ, അന്നന്ന് കിട്ടുന്ന വരുമാനത്തിൽ തൃപ്തരായിരിക്കാം, ഒരുപക്ഷെ തൃപ്തരായിരിക്കാം, ചിലപ്പം 4 ദിവസം ജോലി ഇല്ലെങ്കിൽ അന്നപ്പം നമുക്ക് വിഷമം ഉണ്ടായിരിക്കും, പക്ഷെ അല്ലെങ്കിലും നിങ്ങൾ ഇപ്പൊ കിട്ടുന്ന വരുമാനത്തിൽ തൃപ്തരായിരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളെ പ്രിയപ്പെട്ട ഒരാൾക്ക്, നിങ്ങളെ ഫ്രണ്ട് ആവട്ടെ, നിങ്ങളെ മാതാപിതാക്കളാവട്ടെ, മക്കളാവട്ടെ, ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വലിയ അസുഖം വന്നു. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറയുന്ന കേൾക്കുന്ന 876 പേരുണ്ട്. ഈ 876 പേരിൽ നമ്മൾ ആലോചിക്കുക, ഇന്ന് നമ്മളുടെ ശരീരത്തിൽ എന്തൊക്കെ അസുഖം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല, ശരിയല്ലേ? ചിലപ്പം നാളെ രാവിലെ ആയിരിക്കും നമ്മൾ അറിയുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാള് നടക്കാൻ ഇറങ്ങിയ സമയത്ത് അറ്റാക്ക് വന്നിട്ട് പ്രശ്നമായി. അപ്പം അതേപോലെ നമ്മൾ ഇന്ന് കണ്ട ആളുകളെ നമ്മൾ നാളെ കാണുന്നില്ല. നമ്മൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ട് നമ്മൾ അറിയുന്ന പോലുമില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഫ്രണ്ടോ, നിങ്ങളുടെ റിലേറ്റീവോ, നിങ്ങളുടെ മോനോ മോളോ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആവട്ടെ, അവർക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചികിത്സ കൊടുക്കാൻ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ വരുമാനത്തിൽ നിങ്ങൾ തൃപ്തരാവൂ? ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിനിമം നിങ്ങളെ ബാങ്കിൽ ഒരു 10 ലക്ഷം വരുമാനം ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഫിജി കാർഡ് ചെയ്യണ്ട. ഇനി ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം ഇല്ല, നിങ്ങളുടെ കൈകളില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ സ്വപ്ന മാഡത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഷിജുസാറിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ ഒരു റാങ്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. സാധാരണക്കാരായിട്ട് ജീവിച്ച് മരിച്ചാൽ പോരാ, അതിൽ ഒരു അസ്വാഭാവികമായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയണം. അതിനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾക്ക് ഫിജി കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. ഫിജി കാർഡിലൂടെ അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ നേടിയെടുത്ത എത്ര ആളുകളുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമ്മൾ എന്താണ് വിശ്വസിക്കാത്തത്? നമ്മൾ തൃപ്തരാണ്. അന്ന് ഇന്നൊരു 1000 രൂപ കിട്ടിയാൽ നമുക്ക് അരി വാങ്ങാനും മീൻ വാങ്ങാനും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ തൃപ്തരാണ്. പക്ഷെ നാളെ ഒരു ജോലി ഇല്ലാണ്ടായാൽ, നാളെ ഒരു അസുഖം വന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിൽ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, ഇപ്പം നിങ്ങളെ ഫോൺ, നമുക്ക് നമ്മളുടെ വരുമാനമൊക്കെ നോക്കാനുള്ള അവസരമുണ്ട്. നിങ്ങളെ ഫോണൊന്നും എടുത്ത് ഗൂഗിൾ പേയിൽ നോക്കുക ബാലൻസ് എത്ര ഉണ്ട് എന്നുള്ളത്. അതിൽ ഇതേപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള ലക്ഷങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് ഫിജി കാർഡ് ചെയ്യണ്ട. അതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഫിജി കാർഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ, അതായത് ഇപ്പൊ നമ്മള് ചിന്തിക്കുന്ന സമയത്ത്, നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളൊന്ന് നമ്മളെ കുറിച്ച് ചിന്തിക്കാം. എന്തൊക്കെയാണ് നമ്മൾക്ക് ഇല്ലാത്തത് അല്ലെ? നമ്മൾക്ക് ഇല്ലാത്തത് എന്തൊക്കെയാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഉള്ളത് ഉണ്ടാവും, നമുക്കെല്ലാം ഉണ്ടാവും. നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ വീടുണ്ടാവും, സ്ഥലം ഉണ്ടാവും, വണ്ടി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങളെ ഒരു വീടിന്റെ അടുത്തുള്ള ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾ നോക്കുക, അവിടുത്തെ ഏറ്റവും നല്ല വീട് നിങ്ങളുടെ വീടാണോ? ഏറ്റവും നല്ല വീട് നിങ്ങളുടെ വീടാണോ? നിങ്ങൾക്ക് നല്ല വീട് വേണ്ടാന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്? ഇല്ല, നിങ്ങൾക്ക് നല്ല വീട് വേണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങളെ പ്രദേശത്ത് ഏറ്റവും നല്ല വീട് ഉണ്ടാക്കണ്ടെന്ന് നിങ്ങളോട് ആരും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ വീട് നല്ലതാവരുത് നിങ്ങളോട് ആരും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് നമ്മൾ നല്ലതാവാത്തത്? നമ്മൾ പരിശ്രമിക്കാത്തോണ്ടാണ്. ഇനി നോക്കുക, നിങ്ങളെ വീട്ടില് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടാവും. ഇവരൊക്കെ പഠിക്കുന്നത് ഏറ്റവും നല്ല സ്കൂളിലാണ്. ഏറ്റവും നല്ല സ്കൂളിലാണ് എങ്കിൽ നിങ്ങൾ ബെറ്റർ ലൈഫാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ മക്കളായതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുമകളായതുകൊണ്ട് മാത്രം അവർക്ക് ആ സുഖ സൗകര്യങ്ങൾ നിഷേധിക്കണം. ഏറ്റവും നല്ല സ്കൂളിൽ പഠിക്കാനുള്ള അവസരം നിങ്ങൾ നിഷേധിച്ചു. ഇപ്പം നിങ്ങൾ നോക്കുക, നിങ്ങളുടെ വീടിന്റെ അടുത്ത് 10 വീടുണ്ടാവും. ഈ 10 വീട്ടിലെ 10 മക്കളും പഠിക്കുന്നത് ചിലപ്പോൾ 10 സ്കൂളിലായിരിക്കും. അവിടെ സ്കൂൾ ബസ് വീട്ടിൽ വന്നിട്ട് പോകുന്ന കുട്ടികൾ ഉണ്ടാവും, സ്കൂളിലേക്ക് നടന്നു പോകുന്ന കുട്ടികളും ഉണ്ടാവും. ആ നടന്നു പോകുന്ന കുട്ടി ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ, എന്റെ അച്ഛനും അമ്മനും പൈസ ഉണ്ടെങ്കിൽ എനിക്കും ആ സ്കൂളിലേക്ക് പോകാമായിരുന്നു, ചിന്തിക്കുന്നുണ്ടായിരുന്നല്ലേ? ആരെ തെറ്റാണ്? ആ കുട്ടിയുടെ തെറ്റാണ്.
ആ കുട്ടിയുടെ തെറ്റല്ല, ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ തെറ്റാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മൾക്ക് എന്തും നേടാനുള്ള അവസരമായിട്ട് നമ്മുടെ മുന്നിലുള്ള സമയത്ത് ഈ അവസരങ്ങൾ അവർക്ക് നിഷേധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നിഷേധിക്കുന്നതിന്റെ കാരണക്കാരായിട്ടുള്ള നമ്മളാണ് എന്നുള്ളൊരു ചിന്ത നമ്മൾക്ക് ഉണ്ടാവണം. അപ്പൊ ബിസിനസ് ചെയ്യാനുള്ള കാരണങ്ങൾ, നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾക്ക് കാരണങ്ങളുണ്ട്. നിങ്ങൾ കാരണങ്ങൾ തേടി നടക്കുന്ന സമയത്ത് നിങ്ങളെ കാരണങ്ങളെ തിരിച്ചറിയാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളെ കാരണങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. എന്താണോ നിങ്ങൾക്കില്ലാത്തത് അതാണ് നിങ്ങളുടെ കാരണം. ഞാനിപ്പോ പറഞ്ഞതിൽ എന്താണോ നിങ്ങളുടെ കാരണം നോക്കുക. നമ്മൾക്ക് അസുഖങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എന്താണ്? പ്രദേശത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും ഗവൺമെന്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഒക്കെയാണ്. നമ്മൾ നോക്കുക, എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറയാം. സമയം ഉണ്ടോ എന്ന് അറിയില്ല. ഉണ്ട്, സമയമുണ്ട്. അപ്പൊ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാം. എനിക്ക് 3 മക്കളുണ്ട്. ഈ 3 മക്കളിൽ ആദ്യത്തെ 2 മക്കളെയും പ്രസവിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. എന്റെ ഫസ്റ്റത്തെ മോളുടെ പ്രസവം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. 8ാമത്തെ മാസം രക്തോട്ടമില്ല എന്ന് പറഞ്ഞിട്ട് പ്രസവിപ്പിച്ചതാണ്. ആ ഒരു സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടി 55-ലും അമ്മ 23-ലുമാണ്. അപ്പൊ എന്റെ വൈഫിന്റെ ഇത് കഴിഞ്ഞ സമയത്ത്, ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഏകദേശം 14 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഈ സ്റ്റിച്ച് വെച്ചിട്ട് ഈ 55-ാം റൂമിൽ പോയിട്ട് വേണം കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്നത്തെ എന്റെ സാമ്പത്തിക സ്ഥിതി അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഇതേപോലെ 2ാമത്തെ മകന്റെ പ്രസവം മെഡിക്കൽ കോളേജിലായിരുന്നു. അത് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആയില്ല. എന്നാലും മെഡിക്കൽ കോളേജിൽ നമ്മൾ പുറത്തും അവരുള്ളിലുമാണ് ഉണ്ടാവും അല്ലെ. 3ാമത്തെ കുട്ടിയുടെ പ്രസവം കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലായിരുന്നു. അതും ഇതേപോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിരുന്നു. കുട്ടി പൊക്കിൾക്കൊടി ചുറ്റി അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഈ ഒരു പ്രശ്നങ്ങളുടെ സീരിയസ്നെസ് ഒന്നും ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ പൈസ കൊടുക്കുന്നു, ആ പൈസ കൊടുക്കാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ്. അവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, അവര് കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ പോകുന്നു, അവര് ചെയ്യിക്കുന്നു, എല്ലാം അവരാ ചെയ്യിക്കുന്നു. നമ്മൾ ഒന്നും അറിയണ്ട. പക്ഷെ മെഡിക്കൽ കോളേജിലായ സമയത്ത് രാവിലെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടാൻ വൈകുന്നേരം ആവണം. ഈ റിസൾട്ടിന് നമ്മൾ പോയി കാത്തു നിൽക്കണം. ആ റിസൾട്ട് വാങ്ങി ഡോക്ടറെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് ഡോക്ടർ പോയിട്ടുണ്ടാവും. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ കാണുക. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചിന്തിച്ചു, നിങ്ങൾക്കും ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾക്കും ഇത്തരം സാഹചര്യങ്ങളില്ലേ? നിങ്ങളെ പ്രിയപ്പെട്ടവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും അപ്പുറത്ത് പോയിട്ട് 79-ൽ പോകുന്നു, 89-ലേക്ക് പോകുന്നു, അവിടെ റിസൾട്ട് വാങ്ങാൻ വൈകുന്നേരം പോകുന്നു, റിസൾട്ട് ആയിട്ടില്ല എന്ന് പറയുന്നു. നമ്മൾ ഈ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കരഞ്ഞ് ദൈവത്തിനെ പ്രാർത്ഥിച്ച് പോകുന്ന സമയത്ത് അവർ റിസൾട്ട് ആയില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നും? അവരോട് ദേഷ്യം തോന്നും. അത് അവിടുത്തെ റൂളാന്നുള്ളത് പല സമയങ്ങളിലും നമ്മൾ മറന്നുപോകും. പക്ഷെ ഇതിന്റെ ഒക്കെ സാഹചര്യം എന്താണ്? പൈസ ഇല്ലാത്തതാണ്. ഇതൊന്നും എന്നിട്ടും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇതില് വയസ്സൊരു പ്രശ്നമല്ല, വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല. ഏത് തരത്തിലുള്ള ആളുകൾക്കും വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് Fijica.com എന്നുള്ളത്. തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണ്. നമ്മളെ സ്വപ്ന മാഡത്തിന് വയസ്സ് 55 വയസ്സായി, 55 ആണെന്ന് തോന്നുന്നു. അപ്പം അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 8ാം ക്ലാസ് ആണ്. പക്ഷെ അവര് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ ചെക്ക് വാങ്ങിച്ചു. ഈ ഒരു 50 ലക്ഷം രൂപയുടെ ചെക്ക് കിട്ടിയാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഇന്ന് ഈ ഒരു 7am കേൾക്കുന്ന എനിക്കടക്കമുള്ള ആളുകൾക്കുള്ളൂ അല്ലെ? ഈ ഒരു 50 ലക്ഷം കിട്ടേണ്ട ആ 50 ലക്ഷം അവര് നേടിയെടുത്തത് എത്ര സമയം കൊണ്ടാണ്? ഒരു 5 വർഷം കൊണ്ടാണ്. ഈ ഒരു 5 വർഷം നിങ്ങൾക്ക് അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ, സ്വപ്ന മാഡം എന്താ ചെയ്തത്? അവർക്കറിയുന്ന ആളുകളിലേക്കൊക്കെ ബിസിനസിന്റെ പ്ലാൻ എത്തിച്ചു. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂടെ അവർ വർക്ക് എടുക്കാൻ ശ്രമിച്ചു. ഈ പറയുന്ന കാര്യങ്ങളെ അവർ ചെയ്തിട്ടുള്ളൂ. അമാനുഷിക ശക്തി ഒന്നും സ്വപ്ന മാഡത്തിനോ, ഷിജു സാറിനോ, രജുരാജ് സാറിനോ, റിജിൽ സാറിനോ, അതുൽ സാറിനോ, വിപിൻ സാറിനോ ഒന്നും ഇല്ല. ആർക്കും അമാനുഷിക ശക്തി നമുക്കുള്ള പോലെ തന്നെയുള്ള കാര്യങ്ങൾ മാത്രം. പക്ഷെ അവരുടെ ഇല്ലായ്മകളെ തിരിച്ചറിയാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. അവരുടെ ഇല്ലായ്മകളെ തിരിച്ചറിയാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മളെക്കാളും അവർക്കുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾ ചിന്തിക്കുക, എന്താണോ നിങ്ങളുടെ ഇല്ലായ്മ, ഏതാണോ നിങ്ങളുടെ ഇല്ലായ്മ അല്ലെ? നിങ്ങളുടെ ഇല്ലായ്മ എന്താണ് എന്നുള്ളത് എനിക്കറിയോ? ഇപ്പം സീന മാഡത്തിനെ കാണുന്നുണ്ട്. സീന മാഡത്തിന്റെ ഇല്ലായ്മ എന്താണെന്നുള്ളത് എനിക്കറിയോ? ഇല്ല അല്ലെ? ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. നിങ്ങളെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആരെങ്കിലും വന്ന് തീർത്തു തരുമോ? ആരെങ്കിലും വന്ന് തീർത്തു തരുമോ? നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടോ തീർത്തു തരാൻ വേണ്ടിയിട്ട്?
അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മണ്ടന്മാരാണ്. ഒരാളും വരില്ല നമ്മളെ പ്രശ്നങ്ങൾ തീർക്കാനും നമ്മളെ ബുദ്ധിമുട്ടുകൾ തീർക്കാനും. നമ്മൾക്ക് ഇപ്പം ഷിജു സാറിന് 50 ലക്ഷത്തിന്റെ ഫണ്ട് കിട്ടാൻ പോകും. ഷിജു സാർ നമുക്ക് കയ്യിൽ ഒരു 1000 രൂപയ്ക്കും തരുമോ? ഇല്ല. ആർക്കാണ് കിട്ടുന്നത്? ഷിജു സാറിനാണ് കിട്ടുന്നത്. ഇപ്പൊ എനിക്ക് ഈ ഒരു ബിസിനസ്സിന് ഏകദേശം 40 ലക്ഷം രൂപയ്ക്ക് ഞാൻ ആർക്കെങ്കിലും കൊടുക്കൂല. നമ്മൾ ആവശ്യങ്ങളാണ്. നമ്മൾക്ക് വരുമാനം വേണമെങ്കിൽ നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. എന്നെ ആരും തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചതല്ല, ഞാൻ സ്വയം തീരുമാനം എടുത്താണ്. ഇപ്പൊ നിങ്ങള് ഷിനോ സാറേ, സാർ ബ്രേക്ക് ആയി പോകുന്നുണ്ട്. ഒരു ദിവസം 5 പ്രസന്റേഷൻ ചെയ്യണം, 5 ഫോളോ അപ്പ് എടുക്കണം, 3 ഫോളോ അപ്പ് എടുക്കണം എന്നുള്ള രീതിയിൽ എല്ലാവരും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. എല്ലാ ലീഡേഴ്സും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളത് ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യുന്നില്ല. അതാണ് നമ്മളെ പ്രശ്നം. അത് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി. അത് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വപ്ന മാഡത്തിനെ പോലെ ഒരു 50 ലക്ഷം രൂപ വാങ്ങിച്ചെടുക്കാൻ ഇന്ന് ഈ ഒരു സ്ക്രീനിന് മുന്നിൽ കൂടുതൽ ഇരിക്കുന്നത് ലേഡീസ് ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കും. അതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, വീട്ടിൽ നിന്ന് തടസ്സങ്ങൾ ഉണ്ടാവും, നമ്മൾ പുറത്തോട്ടിറങ്ങിയ തടസ്സങ്ങൾ ഉണ്ടാവും. നമ്മൾ ഈ തടസ്സങ്ങളൊക്കെ സ്വപ്ന മാഡത്തിനില്ലായിരുന്നോ? ഈ സ്വപ്നങ്ങളൊക്കെ സ്വപ്ന മാഡത്തിനുണ്ട്, ഷിജു സാറിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എനിക്കും തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾക്കാണ് അറിയുന്നത് എന്ത് ഫിജിക്കാട്ട് എന്താണെന്ന് അറിയുന്നത്. ഈ അറിയുന്ന ആളുകൾ നമ്മൾ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അറിയാത്ത ആളുകളുടെ സ്ഥിതി എന്താണ്? അറിയുന്ന നമ്മൾ ഇതാണ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ അതിൽ പ്രവർത്തിക്കാനോ അതിനനുസരിച്ച് തയ്യാറെടുപ്പുകൾ നടത്താനോ നമ്മൾ തയ്യാറാവുന്നില്ല. പിന്നെ നമ്മൾ ഫിജിക്കാട്ട് അറിയാത്ത ആളുകൾ അത് ചെയ്യോ? അല്ലെങ്കിൽ അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തുമോ? ഒരിക്കലുമില്ല. അപ്പൊ ആവശ്യം തിരിച്ചറിഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ഇന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്താണ് നിങ്ങളുടെ ആവശ്യം? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് തന്നെ പറയും. എനിക്ക് എല്ലാവരോടും നിങ്ങൾ ആവശ്യങ്ങൾ ചോദിക്കണം എന്നുണ്ട്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്വപ്നം എന്ന് ചോദിക്കണം എന്നുണ്ട്. പക്ഷെ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളോട് തന്നെ ഉത്തരം പറയാം. എന്താണ് നിങ്ങൾക്ക് ഇല്ലാത്തത്? അത് നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. ആ ഒരു വേണം എന്നുള്ള തോന്നലിന് അപ്പുറത്തേക്ക് അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനാവട്ടെ ഇന്ന് നിങ്ങൾ തുടക്കം കുറിക്കേണ്ടത്. ഓരോ സമയത്തും നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാം അല്ലെ? പക്ഷെ ആ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ആ തീരുമാനം ഞാൻ നേടിയെടുക്കും എന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തോട് കൂടിയിട്ട് നിങ്ങൾ പ്രവൃത്തിയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യം നിങ്ങൾ എത്താൻ പറ്റും. അതിന് ഉദാഹരണമാണ് ഇന്ന് എന്റെ നാട്ടിൽ എന്റെ വീടായിരുന്നു ഏറ്റവും ചെറിയ വീട് പറഞ്ഞാൽ ഓല വീടായിരുന്നു അന്ന് എന്റെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്റെ നാട്ടിലെ ഏറ്റവും വലിയ വീട് എന്ന് പറയുന്നത് എന്റെ വീടാണ്. അത് എന്റെ ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു. അന്ന് എന്റെ വീട് ഉണ്ടാക്കുന്ന സമയത്ത് എന്റെ കാർ പോർച്ച് കുറച്ച് ചെറുതാണ്. അപ്പൊ ആ കാർ പോർച്ച് ഉണ്ടാക്കുന്ന സമയത്ത് എന്നോട് എന്റെ ആ കോൺട്രാക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി വലുതാക്കാൻ ഒരു കാറ് നിർത്താനുള്ള സ്ഥലം വേണ്ടേ. പക്ഷെ അന്ന് ഞാൻ ചിന്തിച്ചു എനിക്ക് കാറ് വാങ്ങാനുള്ള ആസ്തിയൊന്നുമില്ല. പക്ഷെ ഇന്ന് എനിക്ക് 2 കാറുണ്ട്, 2 ബൈക്ക് ഉണ്ട്. എന്റെ സ്വപ്നങ്ങളാണ്. ഇപ്പം ഈ സമയത്ത് ഈ വീട് ഞാൻ വെക്കുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു, പല പ്രതിസന്ധി ഉണ്ടായിരുന്നു. വീട് വിൽക്കേണ്ട ഗതികേട് വരെ ഉണ്ടായിരുന്നു. പക്ഷെ പിടിച്ചു നിന്നു. അതിൽ ഒരുപാട് ആളുകൾ ഇപ്പം ഈ പറയുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഓഫീസറിനൊക്കെ ഒരുപാട് പങ്കുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു. ആ വീട്ടിലാണ് ഞാൻ ഇപ്പൊ താമസിക്കുന്നത്. ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റുമെന്ന് എന്റെ അമ്മ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം അത്രയ്ക്ക് കഷ്ടപ്പാടിലുമാണ്. നിങ്ങൾക്ക് 6 മക്കളുള്ള ഒരു അമ്മയ്ക്ക് ആ ഒരു മക്കളുടെ ചെറുപ്രായത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിയായിട്ടുള്ള ആഗ്രഹം തന്നെയാണെന്നുള്ളതാണ്. അതിനെല്ലാം കാരണം എന്ന് പറയുന്നത് അന്ന് ആ TV ഓഫാക്കിയതാണ്. അന്നത്തെ ആ ഒരു TV ഓഫാക്കലാണ് എന്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചത്. ഇതേപോലെ നിങ്ങൾ എത്ര സ്ഥലങ്ങളിൽ ഇൻസൾട്ട് ആയിട്ടുണ്ട് അല്ലെ? എനിക്ക് പലപ്പോഴും പല സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും കാണുന്ന സമയത്ത് എന്റെ മനസ്സിലൊരു വിങ്ങൽ വരാറുണ്ട്. ഇപ്പം ചില കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് കാണാം ഒരുപാട് ആഭരണ വിഭൂഷകളായിട്ടൊക്കെ കുറെ ആളുകൾ ഉണ്ടാവും. അതിന്റെ ഇടയിൽ കുറെ ആളുകൾ ഉണ്ടാവും എന്താ പറയാ റോഡുകളുടെ ഇത് വാങ്ങിച്ചിട്ട് അതൊന്ന് ആ ഒരു കളറ് മാറ്റാൻ വരെ പൈസ ഇല്ലാത്ത പച്ച പിടിച്ച ചെയിനൊക്കെ വിട്ട് വരുന്ന ഒരുപാട് അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ കാണുന്ന സമയത്ത് എന്റെ മനസ്സിലൊരു വിങ്ങൽ ഉണ്ടാവാറുണ്ട്. എന്റെ അമ്മ ഇങ്ങനെ ആയിരുന്നല്ലോ എന്നുള്ള കാര്യത്തിൽ.
അപ്പൊ ആ ഒരു കാര്യം ഇപ്പൊ എന്റെ അമ്മ പണ്ടൊക്കെ കല്യാണത്തിന് പോകുന്ന സമയത്ത് വീടിന്റെ അടുത്തുള്ള ആളുടെ സാരിയൊക്കെ വാങ്ങിയിട്ടാണ് കല്യാണത്തിനൊക്കെ പോവാ. അപ്പൊ അതേപോലെ ഇന്ന് എന്റെ വീടിന് മുന്നിൽ ഇരിക്കുന്ന ഒരുപാട് അമ്മമാർക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് സിസ്റ്റേഴ്സിന് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളെ ബുദ്ധിമുട്ടൊക്കെ മാറണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കാം. നിങ്ങളെ ബുദ്ധിമുട്ടുകൾ മാറണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾക്കും സ്പേസ് ഉണ്ട്, നിങ്ങൾക്കും അവസരമുണ്ട്. ആ അവസരങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും. ആ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ഞാൻ ഇന്ന് സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല. ഞാൻ സംസാരിച്ച സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, സാറേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അല്ലെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, സത്യമാണ് പറഞ്ഞത്, എനിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ അത് മാറില്ല. നിങ്ങൾ എടുക്കണം തീരുമാനം. ആ ബുദ്ധിമുട്ടിൽ നിന്ന് മാറണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനം ഫിജിക്കോട്ടിലൂടെ സാധിക്കും. ഇപ്പൊ ഞാൻ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ചത് ഒരേ സമയത്ത് ഒരുപാട് ജോലികൾ ചെയ്തിട്ടുള്ളതാണ്. അതിനേക്കാളൊക്കെ ഇരട്ടി വരുമാനം ഇന്ന് ഈ ഒരു കൺസെപ്റ്റിലൂടെ എനിക്ക് നേടിയെടുക്കാം. ഞാൻ വിചാരിക്കുകയാണ്, അന്നേ എനിക്ക് ഫിജിക്കാർഡ് ചെയ്യാമായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് കുറെ കാലം കൂടി ഉറങ്ങാമായിരുന്നുള്ളത്. അന്ന് ഞാൻ ഉറങ്ങാറില്ലായിരുന്നു. ആ ഒരു 5-6 വർഷം ഞാൻ ഉറങ്ങാറില്ലായിരുന്നു. കാരണം രാവിലെ 4 മണി വരെ ജോലി ചെയ്യും, പിന്നെ 4 മണി മുതൽ ഒരു 7 മണി വരെ കിടക്കും, 8 മണിക്ക് എണീറ്റ് വീണ്ടും ജോലിക്കും. അപ്പോ അന്ന് എനിക്ക് ഫിജിക്കാർഡ് കിട്ടിയിരുന്നെങ്കിൽ എന്റെ ഉറക്കം നഷ്ടപ്പെടില്ലായിരുന്നു. നിങ്ങൾക്കും അവസരമുണ്ട്. അവസരത്തെ അവസരമാക്കി മാറ്റാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്ന് ഫിജിക്കാർഡ് ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും നാളെ ഫിജിക്കാർഡിലൂടെ വരുമാനം കയറി ഇന്ന് ഞാൻ ഇവിടെ സംസാരിച്ച പോലെ നാളെ നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കട്ടെ. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അതുൽ നാസർ ആവട്ടെ, മറ്റുള്ള ലീഡേഴ്സ് ആവട്ടെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു, ഇങ്ങനെ കുറെ ആളുകളുടെ അടുത്ത് എപ്പോഴാണ് ഞാൻ സംസാരിക്കാന്നുള്ളത്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഞാൻ ഇവിടെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. നാളെ നിങ്ങൾക്കും അതിന് സാധിക്കും. അതിനുള്ള ഒരു അവസരമാണ് ഫിജിക്കാർഡ് എന്ന് പറയുന്നത്. ഫിജിക്കാർഡിനെ കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടാവും, നിങ്ങളോട് കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടാവും. ആ കുറ്റം പറയുന്ന ഒരാൾ പോലും നിങ്ങൾക്ക് 1000 രൂപ വരുമാനം കൊണ്ടുതരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പൊ നിങ്ങൾ അവരുടെ ചിന്തകൾക്കും അവരുടെ ഉപദേശങ്ങൾക്കും ചെവി കൊടുക്കാതിരിക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. നിങ്ങൾക്കാണ് അറിയുന്നത് ഫിജിക്കാർഡ് എന്താണെന്നുള്ളത്. നിങ്ങളാണ് പഠിക്കാൻ ശ്രമിക്കേണ്ടത് ഫിജിക്കാർഡ് എന്താണെന്നുള്ളത്. അത് പഠിച്ചുകൊണ്ട് ഫിജിക്കാർഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു അവസരം നാളത്തേക്ക് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഇന്നാണ് നിങ്ങളുടെ അവസരം. നാളെ നമ്മൾ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ നാളെ ഒരു പ്രതീക്ഷയാണ്, ഇന്നാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ദിവസം മനോഹരമാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.